ഹലോ. ഒരുപാട് നാളായല്ലേ ഞാനൊരു ഓൺ വോയിസ് വന്നിട്ട്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ എനിക്ക് സർപ്രൈസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇവരെയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതായിരുന്നു സന്ധി സാറും രേണു. എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ അവർ എൻ്റെ ബർത്ത്ഡേ ശരിക്കും 27th ഇവർ 26th അന്ന് ഹോളിഡേ ആയതുകൊണ്ട് ഇവരെനിക്ക് സർപ്രൈസായിട്ട് കേക്കും ഗിഫ്റ്റും ഒക്കെ ആയിട്ട് വന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി ഇവർ വന്നപ്പോഴത്തേക്ക്. കാരണം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇവരിൽ നിന്ന് വരുമെന്ന്. പക്ഷേ എന്തെങ്കിലും ആഘോഷിക്കും, ഞങ്ങളെല്ലാവരുടെയും ബർത്ത്ഡേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതുപോലത്തൊരു വീട്ടിലേക്ക് വന്ന് എന്നെ സർപ്രൈസ് ചെയ്യിക്കുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. അങ്ങനെ വന്നു. ഞാൻ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നു. നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ പിള്ളേരുണ്ടായിരുന്നു, രേണുവിൻ്റെ കൊച്ചുങ്ങളും സംസാറിൻ്റെ കൊച്ചുമോനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ എല്ലാവരുമായിട്ട് അങ്ങനെ അടിച്ചു പൊളിച്ചു, ആഘോഷിച്ചു, കേക്കൊക്കെ കട്ട് ചെയ്തു, ഗിഫ്റ്റൊക്കെ തന്നു. ഗിഫ്റ്റൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനുശേഷം ഇവർക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ബെസ്റ്റ് ബേക്കറിയിലേക്ക് പോയി. ബെസ്റ്റ് ബേക്കറി ചെന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അങ്ങനെ സന്തോഷമായിട്ട് എല്ലാവരും പിരിഞ്ഞു കേട്ടോ. അപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്കിതിന് മുമ്പും ഒരുപാട് ബർത്ത്ഡേ സർപ്രൈസുകളും ഗിഫ്റ്റുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൂടെ ഈ അവസരത്തിൽ ഞാൻ പറയണമല്ലോ. അപ്പോൾ ഈ ബർത്ത്ഡേക്ക് ഇത്രയും കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് ഒരുക്കി ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ ബർത്ത്ഡേക്ക് ഇത്രയും നല്ലൊരു കുറേ മനോഹരമായ നിമിഷങ്ങൾ സമ്മാനിച്ചതിന് എനിക്ക് ഒരുപാട് താങ്ക്സ് രേണുവിനോട് സന്ധ്യസാറിനോട് ഞാൻ പറയുക കേട്ടോ. അപ്പം ഓക്കെ, ബൈ.